നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപമുണ്ട്, പക്ഷേ നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യ കാര്യങ്ങൾക്കുള്ള പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1,00,000 രൂപ വരെ ലാഭിക്കാനുള്ള ഒരു ടെക്നിക്കിനെ പറ്റിയിട്ടാണ് ഇന്ന് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഞാൻ സുബീഷാണ്. റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. രാജു, നമ്മുടെ സ്ഥിരം കഥാപാത്രം, ആസ്ക് റുപ്പിമംഗിൻ്റെ വാട്സ്ആപ്പ് നമ്പറായിട്ടുള്ള 8848030018 ഈ അടുത്ത് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. രാജു ഒരു ചെറുകിട കച്ചവടക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ ചെറിയൊരു പണത്തിൻ്റെ ആവശ്യം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ലിക്വിഡ് ക്യാഷ് ഇല്ല എന്നുള്ള ഒരു വിഷമം അദ്ദേഹത്തിന് വന്നു. അതേസമയം തന്നെ അദ്ദേഹത്തിന് 2021 നമ്മുടെ ആസ്ക് റുപ്പിമംഗ് സർവീസ് വഴി തന്നെ കോൺടാക്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ട് SIP ഉണ്ടായിരുന്നു. ആ മ്യൂച്വൽ ഫണ്ട് SIP അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നിട്ടും ഉണ്ടായിരുന്നു. പക്ഷേ ആ മ്യൂച്വൽ ഫണ്ട് SIPയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അദ്ദേഹത്തിന് റീഡീം ചെയ്ത് പൈസ എടുക്കാനുള്ള ഒരു താല്പര്യമില്ല. അദ്ദേഹം പല ഓപ്ഷനുകളും നോക്കി എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്തതാണ്. അദ്ദേഹത്തിന് പല ഓപ്ഷനുകൾ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അവസാനം അദ്ദേഹം സെലക്ട് ചെയ്ത ഓപ്ഷൻ അദ്ദേഹത്തിന് 1,00,000-ലധികം രൂപ പലിശ ഇനത്തിൽ ലാഭിക്കുന്നതിനായിട്ട് അദ്ദേഹത്തെ സഹായിച്ചു. ആ കാര്യമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. രാജുമോന് ഈ പൈസയുടെ അത്യാവശ്യം വന്നപ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് സമീപിച്ചത് അദ്ദേഹത്തിൻ്റെ ബാങ്കിനെ തന്നെയാണ്. ബാങ്കിനെ സമീപിച്ചപ്പോൾ പറഞ്ഞത് മറ്റ് ജാമ്യങ്ങൾ കൊടുക്കാനുള്ള സംഗതികളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബാങ്കുമായിട്ടുള്ള ബന്ധം പരിഗണിച്ച് 14% പലിശയ്ക്ക് ലോൺ കൊടുക്കാം എന്ന് പറഞ്ഞു. അത് മറ്റൊന്നുമല്ല, പേഴ്സണൽ ലോണാണ്. പേഴ്സണൽ ലോണിന് എപ്പോഴും 10%-ലധികമായിരിക്കും ഇൻട്രസ്റ്റ് റേറ്റ്. പിന്നെ നമ്മളുടെ ഒരു ട്രാക്ക് റെക്കോർഡും നമ്മളുടെ ഒരു ക്രെഡിറ്റ് സ്കോറും ഒക്കെ അനുസരിച്ച് അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് 10-നും 18-നും ഇടയ്ക്കൊക്കെ ആയിട്ട് നിൽക്കും. അപ്പോൾ ഇദ്ദേഹത്തിന് ഏകദേശം അതിൻ്റെ മിഡിലുള്ള ഒരു 14% ഈ പേഴ്സണൽ ലോൺ കൊടുക്കാമെന്ന് ബാങ്ക് സമ്മതിച്ചു. 5 വർഷം കൊണ്ട് 5 ലക്ഷം രൂപയുടെ ലോൺ തിരിച്ചടക്കുകയാണെന്നുണ്ടെങ്കിൽ 6,67,333 രൂപ തിരിച്ചടക്കേണ്ടി വരുമായിരുന്നു. 14% പലിശയാണ് എന്നുണ്ടെങ്കിൽ. അതായത് EMI ആയിട്ട് അദ്ദേഹം തിരിച്ചടയ്ക്കുമ്പോൾ 11,122 രൂപ 5 വർഷം ഓരോ മാസവും അടയ്ക്കേണ്ടതായിട്ട് വരുമായിരുന്നു. അതായത് അദ്ദേഹം 5 വർഷം ബിസിനസ് നടത്തി അതിൻ്റെ ലാഭം മൊത്തം ഈ ബാങ്കിന് കൊടുക്കുന്ന പോലെ ആയിരിക്കും 14% ഈ പലിശ എടുത്തുകൊണ്ട് അദ്ദേഹത്തിന് ഇങ്ങനൊരു പേഴ്സണൽ ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നത് അദ്ദേഹത്തിന് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് റീഡീം ചെയ്യുക എന്നുള്ളതായിരുന്നു. അതായത് ലാസ്റ്റ് ഒരു 4-4.5 വർഷം കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഏകദേശം 6 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തത് 10 ലക്ഷത്തിന് അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അതിൽ നിന്ന് ആകെ 5 ലക്ഷം ആവശ്യമുള്ളൂ. അപ്പോൾ പകുതിയോളം എമൗണ്ട് വിഡ്രോ ചെയ്യാമെന്ന് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. പക്ഷേ 10 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷം അല്ലെങ്കിൽ പകുതി ഇൻവെസ്റ്റ്മെൻറ്റ് പിൻവലിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അടുത്തൊരു 5 വർഷത്തിന് ശേഷം വരാൻ പോകുന്ന ഒരു ഗോള് അച്ചീവ് ചെയ്യാൻ പറ്റാതെ വരുമെന്നുള്ളത് അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അതുമാത്രമല്ല, ഇപ്പോൾ മാർക്കറ്റ് താഴ്ന്നു നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഫണ്ടുകൾ പിൻവലിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നഷ്ടത്തിൽ നമ്മൾക്കത് പിൻവലിക്കുകയും നമ്മളുടെ ഭാവിയിലേക്കുള്ള വളർച്ചയെ അത് തടസ്സപ്പെടുത്തുകയും ചെയ്യും എന്നുള്ളതാണ്. അതിന് ടെക്നിക്കൽ ടേംസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നുള്ളതാണ് പറയുക. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നമ്മൾ ബെയർ ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളൊരു പ്രശ്നം കൂടെ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. മൂന്നാമത്തെ ഓപ്ഷൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ ലോൺ എഗെയിൻസ്റ്റ് മ്യൂച്വൽ ഫണ്ടുകളാണ്. മ്യൂച്വൽ ഫണ്ടുകൾ ഈടായി നൽകി നമ്മൾ സ്വർണം ഈട് കൊടുത്തുകൊണ്ട് താരതമ്യേന കുറഞ്ഞ പലിശ മാത്രം ഈടാക്കിക്കൊണ്ട് 9 മുതൽ 11% വരെ മാത്രം പലിശ ഈടാക്കിക്കൊണ്ട് നമുക്ക് മ്യൂച്വൽ ഫണ്ടുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ലോൺ എടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ നിക്ഷേപം വളർന്നുകൊണ്ടേയിരിക്കുകയും ചെയ്യും, അതേസമയം തന്നെ നമ്മുടെ പൈസയുടെ ആവശ്യം നടക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ എടുക്കുന്ന തുകയ്ക്ക് മാത്രം നമ്മൾ പലിശ കൊടുത്തുകൊണ്ട് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരിക്കലും നഷ്ടപ്പെടാതെ നമ്മുടെ കയ്യിൽ നിന്ന് പോകാതെ നമ്മൾക്ക് ആവശ്യമുള്ള ലിക്വിഡിറ്റി തരിക എന്നുള്ളതാണ് ലോൺ എഗെയിൻസ്റ്റ് മ്യൂച്വൽ ഫണ്ടുകളുടെ ഉദ്ദേശം. നിങ്ങൾ പലപ്പോഴും ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞൊരു സംഗതി ബാങ്കുകൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾക്ക് ഒരു ഓടി പാസ്സാവുക എന്നൊക്കെ പറയില്ല, ബിസിനസ്സുകാർക്ക് ഓടി പാസ്സാക്കി കൊടുക്കാറുണ്ട് ബാങ്കുകൾ. അതായത് ബിസിനസ്സുകാരോട് പറയും നിങ്ങളുടെ ഒരു പ്രവർത്തനം അനുസരിച്ച് നിങ്ങൾക്ക് 10 ലക്ഷത്തിൻ്റെ ഓടി നിങ്ങൾക്ക് പാസ്സായിട്ടുണ്ട്. പക്ഷേ ആ 10 ലക്ഷം എന്ന് പറയുന്നത് നിങ്ങൾക്ക് 10 ലക്ഷം വരെയും ലോൺ എടുക്കാനുള്ള ഒരു സൗകര്യമാണ്. പക്ഷേ നിങ്ങൾക്ക് ആവശ്യമുള്ള പണം മാത്രം എടുത്താൽ മതി. ആവശ്യമുള്ള പണം ലോണായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ആ പണത്തിന് ആവശ്യമായിട്ടുള്ള പലിശ മാത്രമേ ഈടാക്കുകയുള്ളൂ. അതാണ് ഈ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. ഈ സെയിം കൺസെപ്റ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ലോൺ എഗെയിൻസ്റ്റ് മ്യൂച്വൽ ഫണ്ടുകൾ. ഞാൻ ഈ വീഡിയോയിലൂടെ ഒരു പ്ലാറ്റ്ഫോമിന് പരിചയപ്പെടുത്തുന്നില്ല, പക്ഷേ പല തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ അവൈലബിൾ. കൂടുതൽ അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരു മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ ഉണ്ട്, അതിൻ്റെ വാല്യൂവിൻ്റെ ഒരു നിശ്ചിത ശതമാനം നമുക്ക് ലോൺ ആയിട്ട് കിട്ടാനുള്ള സംവിധാനം അവൈലബിൾ ആണ്. പല സ്ഥാപനങ്ങളും അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മ്യൂച്വൽ ഫണ്ട് ഏത് തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടാണ്, എത്ര രൂപയുണ്ട് എന്നുള്ളതിനനുസരിച്ച് നമുക്ക് ഒരു ഓവർ ഡ്രാഫ്റ്റ് ലിമിറ്റ് അവർ സെറ്റ് ചെയ്ത് തരും. ചിലപ്പോൾ ഈ 10 ലക്ഷം രൂപയുടെ മ്യൂച്വൽ ഫണ്ടുകളിൽ 5 ലക്ഷമേ നമുക്ക് മാക്സിമം ലോൺ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ അവർ പറയുകയാണെങ്കിൽ നമ്മളുടെ ലിമിറ്റ് 5 ലക്ഷമായിരിക്കും. പക്ഷേ നമ്മൾ ഈ 5 ലക്ഷം എപ്പോഴും എടുക്കണമെന്ന് നിർബന്ധമില്ല. നമുക്ക് 1 ലക്ഷമേ ആവശ്യമുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ 1 ലക്ഷം എടുക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ കാലാവധിക്ക് മുമ്പ് നമ്മൾ തിരിച്ചടയ്ക്കും. മിക്കവാറും 1 വർഷമോ അല്ലെങ്കിൽ 2 വർഷമോ ഒക്കെ കാലാവധിയാണെങ്കിൽ ആ കാലാവധിക്ക് മുമ്പ് ആ 1 ലക്ഷം
മുതൽ തിരിച്ചടച്ചുകൊണ്ട് നമ്മളുടെ മ്യൂച്വൽ ഫണ്ടുകൾ തിരികെ നമ്മൾക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഓരോ മാസവും അതിന് കൃത്യമായിട്ട് അതിൻ്റെ മാസപ്പലിശ നമ്മൾ എത്ര രൂപയാണോ ലോൺ എടുത്തത് അത് നമ്മൾ തിരിച്ചടച്ചും കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മളുടെ ഏകദേശം നമ്മളുടെ ഗോൾഡ് ലോണിലൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ നമ്മളൊരു ഗോൾഡ് നമ്മൾ പണയം വയ്ക്കും, അതിൻ്റെ ഒരു പൈസ എടുക്കും, അതിൻ്റെ പലിശ നമ്മൾ ഓരോ മാസവും അടയ്ക്കും. നമ്മുടെ കയ്യിൽ മൊത്തം പൈസ വരുമ്പോൾ അതെടുത്ത് നമ്മൾ ഗോൾഡ് തിരികെ വാങ്ങുകയും ചെയ്യും. ആ ഒരു രീതി തന്നെയാണ് ഇതിലും ഫോളോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ 3 ഓപ്ഷനുകളിൽ പേഴ്സണൽ ലോൺ 10 മുതൽ 18% വരെ പലിശ കൊടുത്തുകൊണ്ട് പേഴ്സണൽ ലോൺ എടുക്കണോ, അതല്ല നമ്മുടെ കയ്യിലുള്ള മ്യൂച്വൽ ഫണ്ടിൻ്റെ പ്രധാന ഭാഗവും നമ്മൾ വിറ്റ് ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ കാര്യം നടത്തണോ, അതല്ല ലോൺ എഗെയിൻസ്റ്റ് മ്യൂച്വൽ ഫണ്ട് ഫെസിലിറ്റി ഉപയോഗിച്ച് 9 മുതൽ 11% വരെ പലിശ കൊടുത്തുകൊണ്ട് യാതൊരുവിധ പ്രോസസ്സിംഗ് ചാർജും ഇല്ലാതെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ നമ്മൾക്ക് എടുക്കണോ എന്നുള്ളത് നിങ്ങളുടെ ഓപ്ഷൻ. ഇതിലേത് ഓപ്ഷനാണ് നിങ്ങൾ ആണെങ്കിൽ ചൂസ് ചെയ്യുക. നിങ്ങൾ എടുക്കാൻ പോകുന്ന ഓപ്ഷൻ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആളുകൾക്കും കൂടെ ഉപകാരമാവും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ 3 ഓപ്ഷനുകളിൽ ലോൺ അഗെയിൻസ്റ്റ് മ്യൂച്വൽ ഫണ്ട് തന്നെയാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇതൊരു ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി തരുന്നു എന്നുള്ളതാണ്. നമ്മൾക്കൊരു മാക്സിമം ലിമിറ്റ് പറയുന്നു, ആ ലിമിറ്റിൽ ഉള്ളിൽ നമുക്ക് എത്ര രൂപ വേണമെങ്കിൽ പിൻവലിച്ചെടുക്കാം എന്നുള്ളതാണ്. രണ്ടാമത്തേത്, ഇതൊരിക്കലും നമ്മളുടെ പേരിൽ നിന്ന് മാറ്റപ്പെടുന്നില്ല എന്നുള്ളതാണ്. മ്യൂച്വൽ ഫണ്ടുകൾ നമ്മളുടെ പേരിൽ തന്നെയായിരിക്കും, പക്ഷേ ആ മ്യൂച്വൽ ഫണ്ട് അഗെയിൻസ്റ്റ് ആയിട്ട് ഈ കമ്പനി ഒരു ലീൻ മാർക്ക് ചെയ്യുകയാണ് ചെയ്യുക. അതായത് ഇത് നമ്മളുടെ അടുത്ത് പ്ലഡ്ജ് ചെയ്തിട്ടുള്ള മ്യൂച്വൽ ഫണ്ടാണ് എന്ന് പറഞ്ഞ് ഈ നമുക്ക് പൈസ തരുന്ന കമ്പനി അവർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ലീൻ മാർക്ക് ചെയ്യും. നമ്മൾ പൈസ മൊത്തം തിരിച്ചടയ്ക്കുമ്പോൾ ആ ലീൻ മാറി അത് മൊത്തം നമ്മളുടെ കസ്റ്റഡിയിലേക്ക് വരികയും ചെയ്യും എന്നുള്ളതാണ്. പിന്നെ പലിശ നിരക്ക് കുറവാണ് എന്നുള്ളതാണ് ഇതിന്റെ 3ാമത്തെ സൗകര്യമായിട്ട് ഞാൻ കാണുന്നത്. 4ാമത്തെ സൗകര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ മുതൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം തിരിച്ചടച്ചാൽ മതി എന്നുള്ളതാണ്. മ്യൂച്വൽ ഫണ്ട് നമ്മൾ പൂർണ്ണമായിട്ടുള്ള പൊസഷനിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ തിരിച്ചടക്കണം. പക്ഷേ മുതലും പലിശയും കൂടെ തിരിച്ചടയ്ക്കുന്ന EMI രീതി വേണമെങ്കിൽ നമുക്ക് ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഫോളോ ചെയ്യാതിരിക്കാം. പല പ്ലാറ്റ്ഫോമുകളും പല രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. എല്ലാ മ്യൂച്വൽ ഫണ്ടുകൾക്കും ഒരേ രീതിയിലല്ല ഇതിന്റെ കാൽക്കുലേഷൻ വരുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. എനിക്കിപ്പോൾ 10 ലക്ഷം രൂപയുടെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മാക്സിമം ലോൺ കിട്ടാൻ സാധ്യതയുള്ളത് 5 ലക്ഷമാണ്. അതേസമയം തന്നെ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ, അതായത് കടപ്പത്രങ്ങളിലൊക്കെ നിക്ഷേപിക്കുന്ന മ്യൂച്വൽ ഫണ്ടുകളാണെങ്കിൽ 7.5 ലക്ഷം രൂപ വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതല്ല ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ടുകളാണെങ്കിൽ 6 ലക്ഷത്തിനും 7 ലക്ഷത്തിനും ഇടയ്ക്കൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. വളരെ ചെറിയ ഇൻട്രസ്റ്റ് റേറ്റിൽ മ്യൂച്വൽ ഫണ്ടുകൾ വിൽക്കുമ്പോൾ നമുക്ക് വരാൻ സാധ്യതയുള്ള ടാക്സ് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എക്സിറ്റ് ലോഡ് രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും, ആ നഷ്ടങ്ങളൊന്നും ഇല്ലാതെ നമ്മളുടെ അധീനതയിൽ നിന്ന് മ്യൂച്വൽ ഫണ്ടുകൾ പോകാതെ നമ്മൾക്ക് ഒരു പണം ഉണ്ടാക്കുന്നതിനായിട്ട് തീർച്ചയായിട്ടും ഈ ലോൺ അഗെയിൻസ്റ്റ് മ്യൂച്വൽ ഫണ്ടുകൾ സഹായിക്കും. ഇത് വളരെ പെട്ടെന്ന് ഈ പ്രോസസ്സിംഗ് നടക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഒരു ഗുണമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ 1-2 റിസ്കുകൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള റിസ്ക് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മാർജിൻ കോളാണ്. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 10 ലക്ഷം രൂപയുടെ ഒരു മ്യൂച്വൽ ഫണ്ട് ഉണ്ട്. ആ മ്യൂച്വൽ ഫണ്ടിൽ 5 ലക്ഷം രൂപ നമ്മൾ ലോൺ എടുത്തു, 5 ലക്ഷം രൂപ മൊത്തം കൺസ്യൂം ചെയ്തു. അതിനുശേഷം മ്യൂച്വൽ ഫണ്ട് തകരുകയാണ് എന്ന് കരുതുക. അതായത് ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ വാല്യൂ 10 ലക്ഷത്തിൽ നിന്ന് 8 ലക്ഷമായിട്ട് കുറയുകയാണെങ്കിൽ അനുവദനീയമായ തുക എന്ന് പറയുന്നത് 4 ലക്ഷമായിട്ട് കുറയും അല്ലേ. നമുക്ക് 10 ഉണ്ടായിരുന്നു, അതിൻ്റെ പകുതിയായിട്ടുള്ള 5 ലക്ഷമാണ് നമുക്ക് ലോൺ തന്നത്, നമ്മൾ മൊത്തം എടുത്തു. പക്ഷേ മ്യൂച്വൽ ഫണ്ടിൻ്റെ വില 8 ലക്ഷമായിട്ട് കുറഞ്ഞപ്പോൾ നമുക്ക് അനുവദനീയമായിട്ടുള്ള ലോണിൻ്റെ തുക എന്ന് പറയുന്നത് 4 ലക്ഷമാണ്. ആ 4 ലക്ഷം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ട് ഒന്നുകിൽ നമ്മൾ ആ 5 ലക്ഷത്തിൽ നിന്ന് 1 ലക്ഷം നമ്മൾ തിരിച്ചടച്ചുകൊണ്ട് നമ്മളുടെ ലിമിറ്റ് ശരിയാക്കി വെക്കേണ്ടതായിട്ട് വരും. അതല്ലാന്നുണ്ടെങ്കിൽ അവർ നമ്മളുടെ 1 ലക്ഷത്തിന് വേണ്ടിയിട്ടുള്ള യൂണിറ്റുകൾ വിൽക്കാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരു മാർജിൻ കോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രശ്നം മാത്രമാണ് ഈ ലോൺ അഗെയിൻസ്റ്റ് മ്യൂച്വൽ ഫണ്ടുകളിൽ ഞാനൊരു പ്രശ്നമായിട്ട് കണ്ടിട്ടുള്ളത്. ബാക്കി എല്ലാ കാര്യങ്ങളും മ്യൂച്വൽ ഫണ്ടുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ലോൺ എടുക്കുന്ന സംവിധാനം വളരെ മികച്ചതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും കൂടുതൽ അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറായിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട 2 വീഡിയോകളാണ് ഇവിടെ കാണുന്നത്. കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്.